ഹമീദ് സാഹിബ് പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു സന്തോഷ വാർത്തയുണ്ട്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോ ഫൈസി സൂചിപ്പിച്ചു, ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഒരു മൗലവി, ഒരു സുന്നി പ്രവർത്തകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു ചോദ്യം. മർമ്മപ്രധാനമായ ചോദ്യമാണ്. അതായത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന മഹത്തായ മഹർ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരിക്കെ ഇസ്ലാമുമായി കുലബന്ധം പോലുമില്ലാത്ത ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിന് ചില മുടന്ത ന്യായങ്ങൾ ഉന്നയിച്ച് അതിന് പഴുതു കണ്ടെത്താൻ ശ്രമിക്കുക മാത്രമല്ലേ, നേരെ മറിച്ച് പണ്ഡിതധർമ്മം ഒരു സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ പണ്ഡിതന്മാർ അവരുടെ കടമ നിർവഹിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഒരു സമൂഹത്തിൽ പണ്ഡിതന്മാരും ഭരണകർത്താക്കളും നല്ലവരാകുമ്പോൾ അവരവരുടെ കടമ നിർവഹിക്കപ്പെടുമ്പോൾ ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടില്ലേ. അതുകൊണ്ട് തന്നെ ഈ അനാചാരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത ഈ സംഭവം നടക്കുമ്പോൾ അൽ ഫാത്തിഹ പറയുന്നതിന് പകരം ആദ്യമായി, അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം, സുഹൃത്തെ ഇത്തരം പരിപാടി നിങ്ങൾ നിർത്തിവെക്കുക. ലക്ഷക്കണക്കിന് യുവതികൾ ഇവിടെ നിർധനരായ യുവതികൾ സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക. അദ്ദേഹം അച്ചാരം വാങ്ങാതെയും സ്ത്രീധനം വാങ്ങാതെയും കെട്ടി എന്നൊരു അബദ്ധം പറ്റിപ്പോയി. മറ്റുള്ളവരെ കൊണ്ടും ആ അബദ്ധം ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പണ്ടൊരാൾ മുട്ടയടിച്ചപ്പോൾ ഇതുപോലായിരുന്നു. ആരോ പറഞ്ഞ അദ്ദേഹം മുട്ടയടിച്ചപ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായത്. പിന്നെ 10 പേരെ കൊണ്ടുകൂടി മുട്ടയടിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മുട്ടയടിപ്പിച്ചാൽ അദ്ദേഹത്തിന് സന്തോഷമായി. ഈ സ്ത്രീധനം ഇത്തരത്തിൽ ശരഈയായി വളരെ വിശദമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് അച്ചാരമായിരുന്നാലും സ്ത്രീധനമായിരുന്നാലും പൊരുത്തപ്പെട്ട് കിട്ടുന്നത് ഹലാലെന്നാണ് വ്യക്തമായി മനസ്സിലാക്കി തന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു അനിസ്ലാമികമായിട്ടോ ഇസ്ലാമിനെ നിരക്കാത്ത ചടങ്ങായിട്ടോ പരിചയപ്പെടുത്തുന്നതോ പ്രചരിപ്പിക്കുന്നതോ ശരിയല്ല എന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ആ മനുഷ്യൻ SSFന്റെ കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ വരെ പ്രവർത്തിച്ച മനുഷ്യനാണ്. ഇദ്ദേഹം ഈ മുഖാമുഖ പരിപാടി കഴിയുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിനീതനായ എന്റെ അടുക്കലേക്ക് വരികയും ചർച്ച ചെയ്യുകയും ഇന്ന് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന സന്തോഷം കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതുപോലെയുള്ള മുഖാമുഖങ്ങളിലും ചർച്ചകളും പരിപാടികളും വ്യാപകമായിട്ട് നടന്നാൽ, പേരോടിനെ പോലെയുള്ള പ്രവർത്തകർ പരിപാടികൾ നടത്തിയാൽ അവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടാകുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടി പ്രിയപ്പെട്ട സഹോദരന്മാരെ തെര്യപ്പെടുത്തുകയാണ്.